ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി റേഷൻ കടയിലെ പുഴുങ്ങലരി വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മാത്രമേ ചേർത്തുന്നുള്ളൂ. പിന്നെ അതുപോലെ അരി നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുമല്ല ഇത് ബാറ്റർ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ഇനോ ഒന്നും ചേർത്താതെ തന്നെയാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം 2 ഗ്ലാസ്, ഈ ഗ്ലാസ്സിനാട്ടോ ഞാൻ അരി അളന്നെടുക്കുന്നത്. അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് ഇത് 5-6 മണിക്കൂറോളം ഇത് കുതിരാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഉഴുന്ന് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് എടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് ടേബിൾ സ്പൂൺ ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ട് കേട്ടോ അത് ഉഴുന്ന് ഈ ഗ്ലാസ്സിലുള്ളത് അളന്നെടുക്കുമ്പോൾ. അപ്പോൾ ഈ 2 ഗ്ലാസ് അരിയിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ നിറയെ ഉഴുന്ന് മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഇഡ്ഡലിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഉലുവയും പാടെ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതും നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ 5-6 മണിക്കൂറിന് ശേഷം അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ കൊട്ടയിലോ ഇട്ടിട്ട് ഈ അരിയുടെ വെള്ളം മുഴുവനായിട്ട് നമുക്ക് കളയാനായിട്ട് കുറച്ച് സമയം വെക്കണേ. അപ്പോൾ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, പൊടിക്കണ ജാറാണ് കേട്ടോ. അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ അരി ഇടുന്ന സമയത്ത് നിറച്ചിടരുത്, ഒരു 1/2 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർത്ത് അറിയില്ല, പെട്ടെന്ന് പൊടിഞ്ഞിട്ട് കേട്ടോ. വെള്ളം നല്ലവണ്ണം വാർത്തിട്ട് പൊടിച്ചെടുക്കും ചെയ്യണേ. അപ്പോൾ ഒരു പുട്ടിൻ്റെയൊക്കെ പൊടി തയ്യാറാക്കൂല ആ രീതിക്കാണ് കേട്ടോ അത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനിത് എല്ലാ അരി ഇതുപോലെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കണ്ട എന്നുള്ളവർക്ക് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കും ചെയ്യാം കേട്ടോ. മുമ്പ് ഇതുപോലെ ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. ആ സമയത്ത് പലരും ഈ മിക്സി കേടാവും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മിക്സി കേടാവും എന്നുള്ള പേടി വേണ്ട. അപ്പം ഇനി ആ ജാറിലേക്ക് തന്നെ ഞാൻ ആ ഉഴുന്ന് കുതിരാനിട്ട വെള്ളത്തോടുക്കൻ തന്നെ കേട്ടോ അരച്ചെടുക്കണത്. ആ വെള്ളം ഒഴിവാക്കരുത്, ആ വെള്ളത്തോടുക്കൻ തന്നെ അതും അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഒരിക്കലും ചൂടാകരുത് ഉഴുന്ന്. ഇനി വേണമെങ്കിൽ 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുക്കും ചെയ്യാം. ഇനി ഈ അരച്ചെടുത്ത ഉഴുന്നിൻ്റെ മിക്സ് ഈ പൊടിയിലേക്ക് നമുക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഇപ്പോൾ ഉപ്പ് ചേർത്തുന്നുള്ളൂ. പിന്നീട് നമുക്ക് മാവ് തയ്യാറായതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്തുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണേ. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം തന്നെ കൈ വെച്ചിട്ട് കുറച്ച് സമയം തന്നെ നമ്മൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ ഞാനിത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമാവും ചെയ്യരുത്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ തയ്യാറാക്കുമ്പോൾ വെള്ളം ഒഴിക്കണം അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 8 മണിക്കൂറോളം ഇത് അടിച്ചു വെക്കാം. അപ്പോൾ ഇത് തണുപ്പുള്ള സമയത്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കുക്കറിലോ കാസറോളിലോ ഒക്കെ ഈ മാവ് ഇറക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഇത് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് രാവിലെ ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ മാവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാവ് റെഡിയായി കിട്ടണേ. അപ്പോൾ നമ്മൾ തണുപ്പുള്ള സമയമാകുമ്പോൾ നമുക്ക് അധികം പൊങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും ചെയ്യേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പാട് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് നല്ല കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കണം, നല്ല കട്ടിയാവരുത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ ഞാൻ എണ്ണ തടവിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഒന്ന് മാവ് ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാതും. ഇനി ഇത് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം ഒരിക്കലും ഇഡ്ഡലി വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ്നെസ്സൊക്കെ ഒന്ന് കുറയേ. അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. നടുവശമൊക്കെ നമുക്ക് നല്ലവണ്ണം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ തട്ടിൽ നിന്ന് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടിൽ നിന്ന് വിട്ട് കിട്ടും. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അത്. അപ്പോൾ കൂടുതൽ സമയം ഒരിക്കലും ഇത് ഇഡ്ഡലി കുക്ക് ചെയ്ത് എടുക്കരുത്. അപ്പോൾ നോക്കിക്കോളി, ഇതിൻ്റെ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ഇനോ ഒന്നും ചേർത്താതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ ഈ ബാറ്റർ വെച്ചിട്ട് തന്നെ കുറച്ചും പാടെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ദോശയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ
ഈ ബാറ്റർ വെച്ചിട്ടുള്ള ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഈ പുഴുങ്ങല്ലരി വെച്ചിട്ടുള്ള ഇഡ്ഡലി കേട്ടോ നല്ല ടേസ്റ്റ്. എനിക്ക് പച്ചരിയിലേറെ എനിക്കിഷ്ടം പുഴുങ്ങല്ലരി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ അത് മുമ്പൊക്കെ തയ്യാറാക്കിയിരുന്നത് പുട്ടിന് പൊടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്ത് വെക്കും കേട്ടോ. വറുക്കണീൻ്റെ മുമ്പായിട്ട് പൊടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഉഴുന്ന് അരച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടായിരുന്നു മുമ്പൊക്കെ ഇഡ്ഡലി എൻ്റെ വീട്ടിലൊക്കെ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇതുപോലൊരു ഇഡ്ഡലി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.